ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെ വകയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നാണെങ്കിൽ വിൻ്റർ സ്പെഷ്യൽ ആയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വട്ടം ഞാൻ ഇതേവട്ടം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഗാജറിൻ്റെ ഹൽവ എന്ന് വെച്ചാൽ എല്ലാ വട്ടം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ വട്ടത്തെ ആദ്യത്തെ ഗാജറിൻ്റെ ഹൽവ ആയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ന്യൂ ഇയർ ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വീറ്റായിട്ട് നമുക്കാണെങ്കിൽ ഇന്ന് ഒരു റെസിപ്പി ഇടാമെന്ന്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഏറ്റവും ആദ്യം ഞാൻ 1.5 കിലോ ക്യാരറ്റ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കടായിലേക്ക് 2 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് നമുക്കാണെങ്കിൽ അണ്ടിപ്പരിപ്പും പിന്നെ റേസിൻസ് ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരിയും. നമുക്ക് എത്ര ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് കൊടുക്കാനായിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ബദാം, പിസ്ത, അക്രോട്ട്, വാൾനട്ട് അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കാഷ്യൂനട്ടും റേസിൻസും മാത്രമേ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ കടായിലോട്ട് തന്നെ നെയ്യുടെ ഒത്തിരി ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏറ്റവും നെയ്യ് കുറഞ്ഞൊരു സ്വീറ്റായിട്ടുള്ള നല്ല പെട്ടെന്ന് റെഡിയാക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവ, ക്യാരറ്റ് ഹൽവ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 1.5 കിലോ ക്യാരറ്റ് ആയിട്ട് അതാണെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് 5 മിനിറ്റേക്കും സോത്തേ ചെയ്ത് കൊടുത്താൽ മതി, എത്രയും മതി കേട്ടോ. ഒത്തിരി ഒന്നും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതിനകത്താണെങ്കിൽ 1 ലിറ്റർ ഞാനാണെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ നമുക്ക് നന്നായിട്ട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ 1.5 കിലോ ക്യാരറ്റിന് 1.5 ലിറ്റർ പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ 1 ലിറ്റർ ആണെങ്കിൽ ഇനഫാ. ഞാൻ ലാസ്റ്റ് കോയ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് 1 ലിറ്ററേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോയ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ പകരം 1.5 ലിറ്റർ പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ പാൽ ആദ്യം 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ലിറ്ററിൻ്റെ പാക്കറ്റും കൂടെ നമുക്കതിനകത്ത് പൊടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്നാകുമ്പോൾ അടച്ച് വേവിക്കുകയാണെങ്കിൽ ക്യാരറ്റൊക്കെ പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. പക്ഷേ സൂക്ഷിക്കണം, പാൽ തിളച്ച് പുറത്ത് വരാതെ സൂക്ഷിച്ച് വേണേ ചെയ്യാനായിട്ട്. തിള വരുമ്പോഴത്തേക്ക് അതിൻ്റെ അടപ്പ് തുറന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കാണെങ്കിൽ ഇളക്കി കൊടുക്കണേ ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ പിന്നെ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ചാൻസ്. പാലിനൊക്കെ ആണെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ അടച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് ഒന്നും കൂടെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയും രണ്ടാമത്തെ വട്ടം ഞാൻ ഇതുപോലെ മൂന്നാമത്തെ വട്ടം ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി മതി, നമുക്ക് തുറന്ന് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുകിയെടുക്കാം. നമുക്കിതിനെയൊന്നും ഇതായി കഴിയുമ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ പാൽപ്പാട വെച്ച് നമ്മൾ നെയ്യ് കുരുക്കി എടുക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ കോയ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ റെഡിമെയ്ഡ് കോയ കിട്ടുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പാലൊക്കെ ഇച്ചിരി ചെറിയ ക്വാണ്ടിറ്റിയിലാവും, ലാസ്റ്റ് ഇച്ചിരി ബാക്കിയിരിക്കും. ആ സമയത്ത് വേണം നമുക്ക് കോയ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. 150 ഗ്രാം കോയ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ വീട്ടിലത്തെ ഇതുപോലത്തെ ഉണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ക്യാരറ്റ് നല്ലൊരു കളർ കിട്ടിയിട്ടില്ലല്ലോ, കാണാനൊരു ലുക്കില്ലെന്ന് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൊത്തം കളർ ചേഞ്ച് ആവും. ഇത് ശരിക്കും കാണാൻ നല്ല അടിപൊളി ലുക്കാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ആദ്യം കോയ നന്നായിട്ടൊന്ന് മിക്സായി എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും 300 ഗ്രാം ഞാൻ പഞ്ചസാര ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മധുരം, മീഡിയം മധുരമാണ് കേട്ടോ. ഇത്രയും ഒത്തിരി മധുരം കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 325 ഗ്രാം വരെ ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് ഒത്തിരി അങ്ങ് മധുരമായി പോകും കേട്ടോ. ഇത്രയും മധുരമാണെങ്കിൽ പാകമായിരിക്കും. അപ്പോൾ അതേ മധുരം 300 ഗ്രാം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മെൽറ്റായി വറ്റി വരുമ്പോഴത്തേക്ക് ഇത് മൊത്തം കളർ ചേഞ്ച് ആവും. അപ്പോൾ കണ്ടില്ലേ ആദ്യം എങ്ങനെയായിരുന്നേ ഇപ്പം എങ്ങനെയായിരുന്നേന്ന്, മെൽറ്റായി എല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ അതിൻ്റെ ഷുഗറിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കളർ ചേഞ്ചായി. ഷുഗറൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് വീതം ഒഴിച്ച് നന്നായിട്ട് ചട്ടിനൊക്കെ വിട്ട് കുഴഞ്ഞ് വരുന്ന പാകം വരെ ആ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര നെയ്യ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത്ര തന്നെ ആദ്യം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തില്ലേ, അപ്പോൾ അത്ര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്ര ആണെങ്കിലും ഇനഫാ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഏലക്ക പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഒരു 10 ഏലക്ക ഞാനാണെങ്കിൽ പൊടിച്ച് അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണേ. അപ്പോൾ അതിനകത്ത് ഏലക്ക പൊടിച്ചതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. പിന്നെ നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചിരുന്നില്ല നെയ്ക്കകത്ത്, അതും കൂടെ അതിനകത്ത് ആഡ് കുറച്ചേ മാറ്റി വെച്ചിട്ടുണ്ട് മേളി ഗാർണിഷിങ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗാജറിൻ്റെ ഹൽവ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക്